ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ ഒരു ചിക്കൻ ചില്ലിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ചിക്കൻ കറി ഉണ്ടാക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ചില്ലിയുടെ റെസിപ്പിയാണ്. ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒരു ബൗളിൽ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ എടുക്കുമ്പോൾ അത് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വേണം എടുക്കാൻ. ഇനി ഈ ചിക്കനിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. മുളക് പൊടിയും ഒരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മൈദപ്പൊടിയാണ്. ഈ സ്പൂണിന് 1 സ്പൂൺ മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടേബിൾ സ്പൂൺ ആണെങ്കിൽ 2 സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സോയാ സോസാണ്. ഒരു 2.5 ടേബിൾ സ്പൂൺ സോയാ സോസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്ത് ഇത് നല്ലോണം ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. കൈകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത ഇതിന് നമുക്കൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഒരു പാനിലോട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലോട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ഓരോ പീസുകളായി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് ഒരു സൈഡ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിട്ട് അടുത്ത സൈഡും ഒന്ന് വേവിച്ചെടുക്കാം. മൈദപ്പൊടി ചേർത്തു ഫ്രൈ ചെയ്യുന്നത് കാരണം ഇത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. ഉള്ളു സോഫ്റ്റും മേൽഭാഗം ക്രിസ്പിയുമായിരിക്കും. മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം മറിച്ചിട്ടതിന് ശേഷം. ഇപ്പോൾ ഇത് 2 സൈഡും വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റാം. ഇനി ഇതേ പാനിൽ തന്നെയാണ് നമ്മൾ ചിക്കൻ ചില്ലി ഉണ്ടാക്കാൻ പോകുന്നത്. ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഇതാ. കുറച്ച് പേർക്ക് 2 ആൾക്ക് കഴിക്കാനുള്ളതായത് കാരണമാണ് ഇത്ര കുറച്ച് ചിക്കൻ എടുത്ത് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടുതലാക്കി എടുത്ത് ഉണ്ടാക്കാവുന്നതാണ്. ഇനി നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതേ ചിക്കൻ ഫ്രൈ ചെയ്ത ഈ പാനിലോട്ട് ഞാൻ ഒരു പിടി വെളുത്തുള്ളി ചെറിയ പീസാക്കി കട്ട് ചെയ്തതും ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും ഒരു പച്ചമുളക് ചെറിയ പീസാക്കി കട്ട് ചെയ്തതും ഈ വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് ഇതൊന്ന് ഫ്രൈ ചെയ്യാം. ഇനി ഇതിലോട്ട് ഞാൻ
ഒരു മീഡിയം സൈസിലുള്ള വലിയുള്ളി ക്യൂബ് സൈസിൽ കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഉള്ളിയും ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ക്യാപ്സിക്കം ചേർത്ത് കൊടുത്താൽ ടേസ്റ്റിൽ വ്യത്യാസമൊന്നും ഉണ്ടാകില്ല, പക്ഷേ കാണാൻ ഒരിത്തിരി ഭംഗിയായിരിക്കും. ഇനി ഇതിലോട്ട് ഞാൻ സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ സോയാ സോസും 2 ടേബിൾ സ്പൂൺ ചില്ലി സോസുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ 2 സോസും ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ സോസ് ഒരു 4 ടേബിൾ സ്പൂണും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ 3 സോസും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കോൺഫ്ലവർ ആണ്. ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇത് 1/2 ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച പാടന്നെ ഇത് നല്ലോണം തിക്കായി വരും. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഗ്രേവി ആവശ്യമായിട്ടുള്ളതിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ചൂടുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. ഈ വെള്ളവും ഒഴിച്ചു കൊടുത്ത് ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലോട്ട് എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ഇതുവരെ ചേർത്ത് കൊടുത്തിട്ടില്ല. സോയാ സോസ് ചേർത്ത് കൊടുത്തത് കാരണം അതിൽ ഉപ്പുണ്ടായിരിക്കും. അത് കാരണം ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇവയെല്ലാം ചേർത്ത് കൊടുത്ത് ഇത് ഒരു 5 മിനിറ്റ് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഗ്രേവി ഒരുപാട് തിക്കാണെങ്കിൽ ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളുത്ത എള്ളും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ എള്ളും ചേർത്ത് കൊടുത്ത് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ചില്ലി ഇവിടെ റെഡിയായി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.